നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം ശ്രീനാദേവി കുഞ്ഞമ്മയുടെ ഒരു കൃത്യമായ ഒരു വിശദീകരണം ഉണ്ടായിരുന്നു, വിശകലനം ഉണ്ടായിരുന്നു. കാരണം ഈ പറയുന്ന രമേശ് പിഷാരടി എന്ന് പറയുന്ന വ്യക്തി രാഹുൽ മാങ്കൂട്ടത്തിന് പകരം അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന് അതിന് ശേഷം വരുന്ന പാലക്കാടിലെ MLA സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ വരുന്ന രമേശ് പിഷാരടിയെ അത്ര കണ്ട് നമുക്ക് കൃത്യമായി വിലയിരുത്താൻ കഴിയും. അല്ലെങ്കിൽ രമേശ് പിഷാരടിയേക്കാൾ എത്രയോ നല്ല നല്ല മറ്റ് സ്ഥാനാർത്ഥികൾ ഉണ്ടായിരുന്നല്ലോ എന്ന ചോദ്യത്തിനൊക്കെ തന്നെ കൃത്യമായ മറുപടി ശ്രീനാദേവി കുഞ്ഞമ്മ നൽകുകയാണ്. കർമ്മമണ്ഡലം അദ്ദേഹത്തിന്റെ സിനിമയാണെങ്കിലും അദ്ദേഹം വ്യക്തമായി തന്നെ പൊതു ഇടങ്ങളിൽ ഉണ്ടായിരുന്നു. സിനിമ എന്ന് പറയുന്നത് ഒരു പൊതുമേഖല തന്നെയാണല്ലോ, അതുകൊണ്ട് അതുവഴി അദ്ദേഹം പൊതു ഇടങ്ങളിൽ തന്നെ ഉണ്ടായിരുന്നു. കൃത്യമായി പ്രത്യേകിച്ച് മുൻ MLA കൂടിയായ രാഹുൽ മാങ്കൂട്ടം, ഷാഫി പറമ്പിലൊക്കെ തന്നെ കൃത്യമായി അവർ പാലക്കാടിന് വേണ്ടി നല്ല പ്രവർത്തികൾ കാഴ്ചവെച്ച MLA മാരാണ്. രാഹുൽ മാങ്കൂട്ടത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ കുറച്ചു കാലം പാലക്കാട് MLA ആയി ഇരിക്കുകയും അദ്ദേഹം MLA ഫണ്ട് പൂർണ്ണമായും ജനങ്ങൾക്ക് വേണ്ടി വിനിയോഗിച്ച സ്മൈൽ ഭവന പദ്ധതി അടക്കമുള്ള വളരെ കൃത്യമായ ഭവന പദ്ധതികൾ കൊണ്ടുവരികയും വളരെ മാതൃകയാവുകയും ചെയ്ത ഒരു നേതാവാണ്, അല്ലെങ്കിൽ ഒരു ജനപ്രതിനിധിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്നത്. അതുപോലെയൊക്കെയുള്ള പ്രവർത്തനങ്ങൾ ഒരു മാതൃകയാക്കിക്കൊണ്ട് പുറത്തേക്ക് രാഷ്ട്രീയത്തിലേക്ക് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിത്തിരിക്കാൻ കാണിച്ച രമേശ് പിഷാരടിയുടെ മനസ്സ് തന്നെയാണ് ഇപ്പോൾ വളരെ പ്രധാനമായി നമുക്ക് കാണേണ്ടത്. അതുകൊണ്ട് അദ്ദേഹം ജയിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് പറയുന്നു. എന്തായാലും ശ്രീനാദേവി കുഞ്ഞമ്മയുടെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. നിലവിലെ സാധ്യത കഴിഞ്ഞ കാലങ്ങളിലൊക്കെയും കോൺഗ്രസ് പാർട്ടിയോടും ഐക്യജനാധിപത്യ മുന്നണിയോടും വലിയ രീതിയിലുള്ളൊരു നല്ല പ്രതീക്ഷയോടുകൂടിയുള്ള സമീപനമാണ് ജനങ്ങൾക്ക് പൊതുവെ ഉള്ളത്. കാരണം ഈ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ, പ്രത്യേകിച്ചും കഴിഞ്ഞ 5 വർഷക്കാലമായിട്ട്, 10 വർഷത്തിൽ കഴിഞ്ഞ 5 വർഷക്കാലം അത്രയധികം ഒരു ദുർഭരണത്തിൻ്റെ കാലമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ജനങ്ങൾ വളരെ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഈ ഒരു തെരഞ്ഞെടുപ്പിനെ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പ്രതീക്ഷയോടെ നോക്കുന്നു, അല്ലെങ്കിൽ UDFനെ പ്രതീക്ഷയോടെ നോക്കുന്നതിനപ്പുറത്തേക്ക് ഈ തെരഞ്ഞെടുപ്പിനെ ജനങ്ങൾ വലിയ പ്രതീക്ഷയോടെയാണ് നോക്കുന്നത്. ഒരു ഏകാധിപത്യ സ്വഭാവമില്ലാതെ ജനാധിപത്യപരമായിട്ട് നമ്മൾ എല്ലാ കാര്യങ്ങളെയും സ്വീകരിക്കുന്ന പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അതുകൊണ്ട് തന്നെ ജനാധിപത്യത്തിൽ അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ ആ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് എത്ര എക്സ്ട്രീം വരെ, അല്ലെങ്കിൽ എവിടെയാണ് ആ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് ഒരു വലിയ ലിമിറ്റ് ഒന്നുമല്ല. അഭിപ്രായം തുറന്നു പറയുക, അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടാവുക, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുക, അതൊക്കെ സ്വാഭാവികമാണ്. അത്ര മാത്രമേ ഉള്ളൂ. അതിനകത്തൊരു അടിയാണ് അല്ലെങ്കിൽ തർക്കമാണ് അങ്ങനെ. കേരള രാഷ്ട്രീയത്തിലെ ആട്ടിൻതൂലിട്ട ചെന്നായിയാണ് CPI എന്ന് പറഞ്ഞാൽ അത് ഒട്ടും അതിശയോക്തിയല്ല. ഇപ്പോൾ കേരളത്തിൽ നമ്മൾ എൻ്റെ വിഷയത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് CPIയുടെ വകുപ്പുകളായ സിവിൽ സപ്ലൈസ് വകുപ്പും റവന്യൂ വകുപ്പും സംയുക്തമായി സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഡ്രാമയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് റേഷൻ കാർഡ് വെട്ടിയത് കൊണ്ട് എനിക്ക് അരിയും മണ്ണെണ്ണയും ഒക്കെ നഷ്ടപ്പെടട്ടെ എന്നായിരിക്കാം അവർ ഉദ്ദേശിച്ചത്. എന്തായാലും അതിനുശേഷം ഇപ്പോൾ വോട്ടർ പട്ടികയിൽ നിന്ന് പേര് നീക്കം ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ അടൂര് RDO അദ്ദേഹം തയ്യാറാക്കിയ ആ വോട്ടർ പട്ടികയിൽ നിൻ്റെ പേര് നീക്കം ചെയ്യുന്നതിനായിട്ട് തയ്യാറാക്കിയ റിപ്പോർട്ട് എത്രയധികം ഒരു ഉദ്യോഗസ്ഥൻ രാഷ്ട്രീയക്കാരുടെ ചട്ടുകമായിട്ട് പ്രവർത്തിക്കുന്ന രാഷ്ട്രീയക്കാരുടെ രാഷ്ട്രീയ വൈരാഗ്യം തീർക്കുവാനായിട്ട് മനസ്സറിഞ്ഞ് റിപ്പോർട്ട് എഴുതിയ ഒരു RDOയെ കാണുന്നുണ്ടെങ്കിൽ ആ റിപ്പോർട്ടൊന്ന് വായിച്ചാൽ മതി. അത് വളരെ ഒരു രാഷ്ട്രീയപരമായിട്ടും ഒരു ബ്യൂറോക്രാറ്റിക് ഗതികേടാണ് ഇത്തരത്തിലൊരു ഉദ്യോഗസ്ഥന് പെരുമാറേണ്ടി വരുന്നത്. അതുകൊണ്ട് ആ ഉദ്യോഗസ്ഥൻ്റെ ഗതികേട് ഉറപ്പായിട്ടും നമ്മൾ കോടതിയിൽ ചോദ്യം ചെയ്യും, നിയമപരമായി തന്നെ ചോദ്യം ചെയ്യും. ഉദ്യോഗസ്ഥൻ ആ സ്ഥാനത്തിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഇപ്പോൾ നാളെ അദ്ദേഹം മാറി മറ്റൊരാൾ RDO വരുന്നു. അപ്പോൾ എൻ്റെ കേസ് മുന്നോട്ട് പോകുമ്പോൾ ആ സ്ഥാനത്തിരിക്കുന്ന ഏതെങ്കിലും ഒരു RDO വന്ന് അതിൻ്റെ മറുപടി പറയുക എന്നല്ല, ഈ ഉദ്യോഗസ്ഥൻ തന്നെ, ഇപ്പോൾ ഇരിക്കുന്ന ഉദ്യോഗസ്ഥൻ തന്നെ ഈ വിഷയത്തിൽ മറുപടി പറയുന്ന തരത്തിലേക്ക് തന്നെ നിയമപരമായി മുന്നോട്ട് പോകും. കാരണം ഈ കഴിഞ്ഞ കുറച്ച് കാലയളവിൽ, ഇതിനു മുൻപ് ശ്രീ ഷാഫി പറമ്പിലും കഴിഞ്ഞ കുറച്ച് കാലയളവിൽ തന്നെ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിലും ആ പ്രദേശത്ത് പാലക്കാട് നിയോജക മണ്ഡലത്തിൽ ചെയ്തിട്ടുള്ള നിരവധിയായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ, നമ്മളുടെ ഫണ്ട് മുഴുവൻ പരിപൂർണമായിട്ട് ഉപയോഗിക്കുക എന്ന് പറയുന്ന ഒരു വലിയ ടാസ്ക്കാണ്. അപ്പോൾ അത് പൂർണ്ണമാക്കിക്കൊണ്ടാണ് ഇപ്പോഴത്തെ നിലവിലെ പാലക്കാട് MLA ആ സ്ഥാനത്ത് നിന്ന് ഒഴിയുമ്പോൾ എന്താണോ MLAക്ക് ലഭിക്കേണ്ടിയിരുന്ന ഫണ്ട് അതെല്ലാം പരിപൂർണമായി വിനിയോഗിക്കുകയും സ്മൈൽ ഭവന പദ്ധതിയിലൂടെ ഇത്രയധികം വീടുകൾ കൊടുക്കുകയും ജനങ്ങളുടെ ഹൃദയസ്പന്ദനങ്ങൾ അറിഞ്ഞ് പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയപരമായി അതെല്ലാം വിലയിരുത്തപ്പെടുമ്പോൾ തീർച്ചയായിട്ടും അത് പൊതുസമൂഹം ശരിയായ രീതിയിൽ വിലയിരുത്തും. ഇതിന് മുൻപുണ്ടായിരുന്ന ജനപ്രതിനിധിയാണെങ്കിലും ശ്രീ ഷാഫി പറമ്പിൽ ഉൾപ്പെടെ പാലക്കാടിനെ സംരക്ഷിച്ചു പോകുന്ന രീതിയെ തുടരുവാൻ വേണ്ടി തന്നെയാണ് ശ്രീ രമേശ് പിഷാരടി അവിടെ സ്ഥാനാർത്ഥിയായിട്ടുള്ളത്. അതുകൊണ്ട്